ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡില് ഏറ്റവും അധികം വഴക്ക് കേട്ടൊരു വ്യക്തിയാണ് ഋഷി. ഋഷി എല്ലാവരെയും എഡി എന്നാണ് വിളിച്ചിരുന്നത്. അതുകൂടാതെ ഒരു ക്യാപ്റ്റൻ ആയിരിക്കെ തന്നെ ഹൗസിലെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നത് അൻസിബയായിട്ടായിരുന്നു. ഇതൊന്നും കൂടാതെ അപ്സരയായിട്ട് വഴക്കുണ്ടാക്കിയതും ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഋഷി വിളിച്ചത് പോടി എഡി എന്നൊക്കെയാണെങ്കിൽ അവിടെ തന്തക്ക് വിളിച്ചവരുണ്ട്. കൂടാതെ ഹൗസിനുള്ളില് മ്യൂട്ട് ചെയ്തും അല്ലാതെയൊക്കെ വിളിക്കുന്ന പലതരം തെറികളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനു പറയുന്നു, ലാലേട്ടൻ ഇതുവരെ ചോദ്യം ചെയ്യാത്ത ജാസ്മിന്റെ വക ഒരു ഫിസിക്കൽ അസോൾട്ട് കൂടെയുണ്ട്. അന്ന് ജാസ്മിനും ജിൻഡോയും ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ വെറും 23 വയസ്സുള്ള ജാസ്മിൻ എത്ര ഡിസ്റെസ്പെക്റ്റ് ആയിട്ടാണ് ജിൻഡോനോട് പെരുമാറിയത്. സത്യം പറഞ്ഞാല് ഇന്നലെ ഋഷിയോടൊക്കെ പാവം തോന്നി. കാരണം ജാസ്മിനൊക്കെ വിളിക്കുന്നത് നോക്കിയാല് ഋഷി പറഞ്ഞത് ഒന്നുമല്ലാത്ത പോലെ തോന്നും. എന്നാൽ ഋഷിയുടെ മുന്നിൽ വെച്ച് ലാലേട്ടൻ അപ്സരയെയും ജാസ്മിനെയും ഒക്കെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതും കാണാം. എന്തൊക്കെയായാലും ഈ അപ്സരയും ജാസ്മിനും ഒക്കെ പുറത്തിറങ്ങിയാൽ ജനങ്ങളുടെ അംഗീകാരം കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട. ഇപ്പൊ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ തന്നെ അപ്സരയൊക്കെ ഇങ്ങനെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ അവര് സ്വന്തമായിട്ട് വിചാരിക്കുന്നത് പുറത്ത് നല്ല ഫാൻസ് ഉണ്ടെന്നാണ്. എന്നാൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിക്കോളും. കാര്യം ശരിയാണ്, ഋഷി അല്പം റെസ്പെക്ട് കുറച്ചൊക്കെയാണ് ആളുകളോട് സംസാരിക്കുന്നത്. എന്തായാലും ഋഷിയേക്കാൾ ഇതൊക്കെ ചെയ്യുന്ന പലരും അവിടെ ഉള്ളപ്പോ ഋഷിയെ മാത്രം ടാർഗറ്റ് ചെയ്തത് ശരിയായില്ല. പറയുമ്പോ ഇതേ തെറ്റ് ചെയ്ത എല്ലാവരെയും ഒരേപോലെ പറയണമല്ലോ.